ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു PVC പൈപ്പ് കൊണ്ട് ഒരു പ്രഷർ ഗണ്ണാണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന തന്നെ ഉള്ളൂ. ബൈക്കും കാറൊക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കഴുകാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ വീഡിയോസിലോട്ട് പോകുന്ന മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. തൊട്ടടുത്ത് കാണുന്നുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമുക്ക് PVC പൈപ്പിൻ്റെ വീഡിയോസിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ 3 പൈപ്പെല്ലാം എടുത്തിട്ടുണ്ട്. 3 പൈപ്പിൽ നമുക്ക് ഒരു അളവ് വെച്ച് കറക്റ്റായിട്ട് അളവ് വെച്ച് ഒരു 10 സെൻറ്റിമീറ്റർ വെച്ച് നമുക്ക് കട്ട് ചെയ്യേണ്ടതാണ്. ഇത് വന്നിട്ട് 1 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഇത് 3/4 ഇഞ്ച്, ഇത് വന്നിട്ട് 1 ഇഞ്ച്. ഇത് നമുക്കിത് 3 കട്ട് ചെയ്ത് പീസാക്കി 15 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് അതിനുശേഷം നമുക്ക് ഈ സുപ്രീം ബോണ്ട് പശ കൊണ്ട് ഒട്ടിച്ചാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. സെൻറ്റിമീറ്റർ അളവോളം മതി ഗണ്ണ്. ചെറുതും അതേ 15 സെൻറ്റിമീറ്റർ അളവ് തന്നെ നമുക്ക് കൃത്യമായിട്ട് മുറിക്കാം. അതിനുശേഷമുള്ള ചെറിയ 3/4 ഇഞ്ച് അല്ല 1/2 ഇഞ്ച് ഇട്ടുള്ളത് അത് നമുക്ക് 15 സെൻറ്റിമീറ്റർ അളവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുന്ന 3/4 ഇഞ്ചാണ് പൈപ്പ്. ഇഞ്ചിൻ്റെ അപ്പോൾ നമുക്ക് 1 ഇഞ്ചിൽ നിന്ന് നമുക്ക് 3/4 ഇഞ്ച് ഇപ്പോൾ ചൂടാക്കിയിടുകയാണെങ്കിലും കുറച്ച് ഹോൾസ് വലുപ്പമുള്ള ഹോൾസാണ്. അപ്പോൾ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് വാങ്ങാം. ഒരു വായിൻ്റെ എഡ്ജ് നമുക്ക് കുറച്ച് വട്ടം കമ്മിയൊക്കെ നമുക്ക് സ്ലൈഡ് ചെയ്യാം. ഏകദേശം തന്നെ എഡ്ജിന് കുറച്ചും കൂടെ എഡ്ജ് നോബ് കറക്റ്റായി കിട്ടും. എൻ്റെ വായു വട്ടം ജാസ്തിയാണ്. അപ്പോൾ കുറച്ച് നമുക്ക് ചൂടാക്കി ലൈറ്റ് ചൂടാക്കാൻ പാടുള്ളൂ കേട്ടോ. ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റ് എഡ്ജ്മെൻറ്റ് കിട്ടും. ഏകദേശം കൈയോട് നമുക്ക് കൈയൊന്നും പൊളരുത്, നമ്മൾ നോക്കി ചെയ്യണം. ഈ നോബ് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ നോബ് ഒന്ന് വലിപ്പം ചെറുതായി കിട്ടും. കാണാൻ കറക്റ്റായി പ്രസ് ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ വരും. നമുക്കൊന്ന് ഇതിലോട്ട് നമുക്കൊന്ന് പശ ഗമ്മൊന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം നോബ് അതിൻ്റെ ഇതുണ്ടാവും. ആ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ടുണ്ട്. വലിയ ഹോൾസൊന്നും ഇല്ല. ഇതിൽ കുറച്ചും കൂടെ ആക്കാനുണ്ട്. ചൂടാക്കിയ ശേഷം നമ്മൾ കൈയൊന്നും പൊള്ളരുത്. അതിന് വേണ്ടിയിട്ട് ഈ പേപ്പറൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വായു വലുപ്പം കുറച്ച് ലൂസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ചെറുതാക്കി കൊടുത്ത ശേഷമാണ് ചെയ്യുന്നത് വീഡിയോസ്. ഏകദേശം ഇപ്പോൾ നമ്മൾ ഫിറ്റാണ് നോക്കാം കേട്ടോ. ഏകദേശം കുഴപ്പമില്ല. ലൂസ് കുറച്ചും കൂടെ ഒന്നുകൂടെ ടൈറ്റ് ചെയ്യാം. ചൂടാക്കിയ ശേഷം നമുക്ക് വേണ്ട ഈ ചൂടാക്കിയ ശേഷം ഈ 3/4 ഇഞ്ച് പൈപ്പിലോട്ട് ഉള്ളിലോട്ടിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിന് ഏകദേശം അതിൻ്റെ അളവ് സൈസ് കറക്റ്റാവും. ഏകദേശം നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ പഞ്ഞ് ഗമ്മ് തേച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതും നമുക്ക് നോക്കി തന്നെ അറിയാം. പക്ഷേ ഇതും ഏകദേശം ഒരേ അളവിലാണ്. ഫിറ്റ്നസ് ഒക്കെ നോക്കി അറിയാം. അപ്പോൾ നമുക്കിങ്ങനെ ഗണ്ണിൻ്റെ ഏകദേശം ഇതാണ് ലെവൽ. വെള്ളം സ്പ്രെഡ് ചെയ്ത് ആദ്യം ഒരു ഇഞ്ചിൽ നിന്ന് വന്ന് 3/4 ഇഞ്ചിലോട്ട് വന്ന് അതിന് ശേഷം 1/2 ഇഞ്ചിലോട്ട് വരും.
അരഞ്ചിലോട്ട് വന്ന ശേഷം നമുക്കൊരു ക്യാപ്പ് ഇട്ട് കൊടുത്താൽ വേണം നമുക്ക് പ്രഷർ ഗണ്ണിൻ്റെ പർപ്പസ് കട്ടാവുന്നത്. നമുക്കത് നോക്കാം. ഗം ഒട്ടിക്കാം. കുറച്ച് നമ്മൾ ഈ പശ സുപ്രീമിൻ്റെ പശയാണ്, അത് കുറച്ച് പഴയതാണ്, നല്ല നന്നായി ഒട്ടും, കുറച്ച് കട്ടയായി പോയെന്നുള്ളൂ കേട്ടോ. ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൽ പശയൊക്കെ നന്നായി പക്കയായിട്ട് കംപ്ലീറ്റ് ആയി തേച്ചാൽ വെള്ളത്തിൻ്റെ പ്രഷർ താങ്ങാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല. പൈപ്പ് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായി പശ ഫുള്ളായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഏകദേശം ഇതിലോട്ട് ആയിട്ടില്ല. നമുക്കിത് ഉള്ളിലോട്ട് തിരികെ കൊടുക്കാം. അപ്പോൾ നമ്മളത് വെച്ചാൽ മാത്രമേ നമുക്ക് പശ കറക്റ്റായിട്ട് ഒട്ടത്തുള്ളൂ. ഉള്ളിലോട്ട് കൊണ്ട് നമുക്ക് തേച്ച് കൊടുത്താൽ മാത്രമേ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രഷറിൽ നമുക്കത് ഔട്ട് തന്നെ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയ 1 ഇഞ്ച് പൈപ്പിൽ നിന്ന് 3/4 ഇഞ്ചിലേക്ക് പിന്നെ 1/2 ഇഞ്ചിലേക്കിട്ട് പോകുന്നു. പക്ഷെ എന്നാലും ചെറിയ ലൂസൊക്കെ ഉള്ള കാരണം ഗമ്മൊക്കെ നന്നായി തേച്ച് ഫിക്സാക്കി കൊടുക്കണം. ഇതിൻ്റെ പശയാണ്, നല്ല പശയാണ്. എത്ര പ്രാവശ്യം നമുക്ക് ഇപ്പോൾ 3/4 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് പൈപ്പ് 3/4 ഇഞ്ചിലോട്ട് ഒട്ടിച്ച് കൊടുക്കും. ഏകദേശം ഒരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം പശയെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പശ കംപ്ലീറ്റ് തേച്ച് കൊടുത്തു. 2 മണിക്കൂർ ശേഷം നമുക്ക് ഇതിൻ്റെ എന്താ പറയുക വീഡിയോസ് നമുക്ക് വെള്ളം പ്രഷർ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1 ഇഞ്ച് ബോർവെൽ മോട്ടറിലുള്ള പൈപ്പിലാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതേമാതിരി പശ അപ്ലൈ കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇതിപ്പോൾ 1/2 ഇഞ്ചാണ് കേട്ടോ. 1/2 ഇഞ്ചിൽ നമ്മൾ പശ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഫുള്ള് എന്നാൽ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാപ്പ് അഴിഞ്ഞ് പോകത്തുള്ളൂ. അതേമാതിരി 1/2 ഇഞ്ചിൻ്റെ ക്യാപ്പ് കിട്ടും. ക്യാപ്പ് നമ്മൾ ഇതൊക്കെ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ഹോൾ അടിച്ച് കൊടുക്കണം. ഉണങ്ങിയ ശേഷം മാത്രമേ നമുക്ക് ഇത് ഹോൾ അടിച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പ്രഷർ എങ്ങനെയുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. വീഡിയോസിലോട്ട് പഴുപ്പിച്ച് കമ്പിയാണ്, നമുക്ക് ഇതിലോട്ട് ഹോൾ ചെയ്ത് കൊടുക്കാം. കൈ നമുക്ക് കേട് വരത്ത അങ്ങനെ ഹോൾ ചെയ്ത് കൊടുത്താൽ ഹോൾ കറക്റ്റായി പോകും. വെച്ച് കൊടുക്കും. ഓക്കെ, ഹോളായിട്ടുണ്ട് അത്യാവശ്യം. ഇതേമാതിരി ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഹോൾ നമുക്ക് കാണാൻ ഇത്ര ആവശ്യമുണ്ട്. ഹോള് നമുക്ക് ചൂടാക്കിയ ശേഷം ഇത് 1 ഇഞ്ച് പൈപ്പിലോട്ട് ത്രെഡ് കൊള്ളുന്ന മാതിരി ആക്കിയിട്ടുണ്ട്. നമുക്ക് പൈപ്പിലോട്ട് കണക്ട് ചെയ്ത് നോക്കാം. അതപ്പോൾ നമ്മുടെ ബോർവെല്ലിൽ പൈപ്പ് നോക്കാം. ചൂടാക്കിയ ശേഷം വൃത്തിയാക്കി വെക്കാം. പൈപ്പിലോട്ട് ഹോളൊക്കെ കറക്റ്റായിട്ടുണ്ട്. കുഞ്ഞ് ഇപ്പം വെള്ളം പൈപ്പിലോട്ട് നമുക്ക് വണ്ടി കഴുകി നോക്കാം. ഗണ്ണ് സെറ്റ് ചെയ്യാൻ മുമ്പുള്ള സ്പീഡാണ് വെള്ളത്തിൻ്റെ സ്പീഡ്. അതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. ഗണ്ണ് സെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഈ സ്പീഡാണ്. ഗണ്ണ് സെറ്റ് ചെയ്ത ശേഷം വെള്ളത്തിൻ്റെ സ്പീഡ് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം.